ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് സ്ക്വിഡ് ഗെയിം എക്സ് ആണ് കളിക്കാൻ പോകുന്നത്, റോബ്ലോക്സിലാണ് കളിക്കാൻ പോകുന്നത്. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു ഗാർഡായിട്ട് തന്നെയാണ് കളിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗ്ലാസ് മേക്കറായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് മാൻ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഗെയിം കുറിച്ച് പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ഗെയിം ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പ്ലെയറായിട്ട് കളിച്ചിട്ട് നമുക്ക് ജയിക്കുന്ന കാര്യമൊന്നും തീരുമാനമാവാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഗാർഡായിട്ട് കളിക്കുന്നത്. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മളൊരു ഗാർഡായിട്ടാണ് കളിക്കുന്നത്. ഓക്കെ ഗൈസ്, നമുക്കിവിടെ ഒരു ഗണ്ണൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് മെയിനായിട്ട് നമുക്ക് നമ്മുടെ ഒരു കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു എലിമിനേറ്റ് ആവുന്ന പ്ലേയേഴ്സിൻ്റെ ബോഡി ക്ലീനപ്പ് ചെയ്യുകയും പിന്നെ ടൈമർ വന്ന പ്ലേയേഴ്സിനെ കൊല്ലുകയൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ഗെയിമായ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റിൽ നമ്മളോട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഗെയിം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പ്ലേയേഴ്സ് ആണെങ്കിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അവിടെ അറ്റത്ത് ഒരു പ്ലെയർ എലിമിനേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ക്ലീനപ്പ് ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പേ ബാക്കി കാർഡ്സ് എല്ലാം പോയി ക്ലീനപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്താ ചെയ്യുക ഗൈസ്, ഈ ഒരു ഗെയിമിൽ ഏകദേശം 4ഓളം ഗാർഡ്സ് ഉണ്ട്, 4ഓളം റിയൽ ആയിട്ടുള്ള പ്ലേയേഴ്സ് ആയിട്ടുള്ള ഗാർഡ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാം പോയി ക്ലീനപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തന്നെ ക്ലീനപ്പ് ചെയ്യാനായിട്ട് ഒരു പ്ലെയറിനെ കിട്ടാത്ത അവസ്ഥയാണ് ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ ഏതെങ്കിലും പ്ലെയർ എലിമിനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുവാണ്. ഓക്കെ, നമ്മളിങ്ങനെ നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അവിടെ ഒരു ബോഡി കാണുന്നുണ്ട്, പക്ഷേ അത് വേറൊരു ഗാർഡ് ക്ലീനപ്പ് ചെയ്തു ഗൈസ്. ഓക്കെ ഗൈസ്, ആ ഒരു കോയിന് നമുക്ക് കിട്ടിയില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു ബോഡി കിട്ടുമോടി. ഓ ഗൈസ്, അങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ബോഡീസേ നോക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ ഗൈസ്, നമ്മുടെ പ്ലേയേഴ്സിൻ്റെ എലിമിനേറ്റ് ആയ പ്ലേയേഴ്സിനെ. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ടൈം ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ക്ലീനപ്പ് ചെയ്യാനായിട്ടൊരു പ്ലെയർ എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഇനി ഒരു പ്ലെയറും കൂടി ഉള്ളൂ ഗെയിം കംപ്ലീറ്റ് ആക്കാനായിട്ട്. ഓക്കെ, ആ ഒരു പ്ലെയർ സക്സസ്ഫുള്ളി ഗെയിം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടൈം ഏകദേശം തീരാറായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ അനൗൺസ്മെൻറ്റ് കിട്ടിയതനുസരിച്ച് നമ്മൾ ഉടനെ തന്നെ ലോബിയിലേക്ക് പോകുന്നതാണ്. അടുത്ത ഗെയിം ഉടനെ തന്നെ സ്റ്റാർട്ടും ചെയ്യുന്നതാണ്. ഓക്കെ ഗൈസ്, 13 പേരാണ് ഈ ഒരു ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എലിമിനേറ്റ് ആയെന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ $150 നമുക്ക് ഇവിടെ കോയിൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്, പിഗി ബാങ്കിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ വോട്ടിംഗ് പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ പ്ലേയേഴ്സ് ഹാവ് വോട്ടഡ് ടു കണ്ടിന്യൂ, സോ ദ ഗെയിം വിൽ ബിഗിൻ, സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ എവറി വൺ. ഓക്കെ ഗൈസ്, നമ്മുടെ സ്ക്വയർ കാർഡ് അനൗൺസ്മെൻറ്റൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗെയിം ഇപ്പോൾ തന്നെ സ്റ്റാർട്ടാവുന്നതാണ്. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ സെക്കൻഡ് ഗെയിമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ മൈ ഗെസ് ഇറ്റ്സ് പെൻഡത്തലോൺ. ഓക്കെ ഗൈസ്, അങ്ങനെ പെൻഡത്തലോൺ തന്നെയാണ് നമ്മുടെ അടുത്ത ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ടീം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും പ്ലെയേഴ്സായിട്ട് കളിക്കുമ്പോൾ എലിമിനേറ്റ് ആവുന്നൊരു ഗെയിമാണ് പെൻഡത്തലോൺ. ഓക്കെ ഗൈസ്, നമ്മുടെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും അവിടെ മമ്മീനെയൊക്കെ വിളിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരു ടീമിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 5 പേരിൽ ഒരാൾ ലെഫ്റ്റും ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റത്തെ ഗെയിമാണ് അവരുടെ. ഇനിയും ഒത്തിരി ടൈം അവർക്ക് തന്നെ ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല സേഫ് പ്ലേ ആണ്, അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. വെൽ ഡൺ. ഓക്കെ ഗൈസ്, അവർ ആരെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ കിട്ടുമെന്ന് നോക്കാം. അവർ തോക്കോ ജയിക്കുമോ? യെസ്, അവരങ്ങനെ ഫൈനലി ടൈം തീരുന്നതിന് മുമ്പ് തന്നെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരെങ്കിലുമൊക്കെ എലിമിനേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ഗെയിംസിൽ ഫെയിൽ ആവുന്നുണ്ടോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുവാണ്. യെസ്, ടൈമർ തീരുന്നതിന് മുമ്പ്. ഗൈസ്, ഇവിടെ ഒരു പാർട്ടി ഉണ്ട്. ഇവരാണെങ്കിൽ ഇവരുടെ 5 പേരിൽ 3 പേര് ലെഫ്റ്റായിട്ട് ബാക്കി 2 പേര് മാത്രം നിൽക്കുവാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് 3 ഗെയിംസ് ഫ്രീ ആയിട്ട് പാസ്സാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഇവരുടെ 2 പേരുടെ റോള് മാത്രം ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, ഇനി 1 മിനിറ്റ് മാത്രം ബാക്കിയുള്ളൂ എന്നാണ് ഇവിടുത്തെ വേറൊരു കാർഡ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, അവർ അങ്ങനെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തിനോട് അവരെ കളിയാക്കുന്നൊക്കെ ഉണ്ട്, നൂബ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ ഗൈസ്, അവൻ ഓൾറെഡി ഗെയിം കംപ്ലീറ്റ് ആക്കിയ ഒരു പ്ലെയറാണ്, വെറുതെ അല്ല അവനിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ടൈം ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഈ ടീം ഇനി ഒരു ഗെയിമും കൂടി പാസ്സായാൽ മാത്രമേ ഇവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. മോസ്റ്റ്ലി ഇവർ എലിമിനേറ്റ് ആവാനാണ് ചാൻസ് ഉള്ളത്. സോ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് ഗൈസ്. അവരവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുവാണ്, നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ ഗൈസ്, അതിൽ മറ്റൊരു പ്ലെയർ. ഓക്കെ ഗൈസ്, അവർ എന്തായാലും എലിമിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കില്ലും കൂടി ചെയ്തതോടെ നമുക്ക് കിൽ ബോണസായിട്ട് 15 കോയിൻസ് ക്ലെയിം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് മൊത്തം 345 കോയിൻസ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇപ്പോൾ തന്നെ അടുത്ത ഗെയിമിലേക്ക് ഉടനെ തന്നെ പോകുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മുടെ സ്ക്വയർ കാർഡിൻ്റെ അനൗൺസ്മെൻറ്റ് എത്തി. ഇനി നമുക്ക് അടുത്ത ഗെയിമിലേക്ക് നമ്മുടെ ലോബിക്ക് പോയിട്ട് അടുത്ത ഗെയിമിലേക്ക് പോകാവുന്നതാണ്.
ഓക്കെ ഗൈസ്, അടുത്ത ഗെയിം എന്തായിരിക്കുന്നത് നോ ഐഡിയ ഗൈസ്. നമ്മുടെ ലോബിക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, 10 പ്ലേയേഴ്സ് ഈ ഒരു ഗെയിമിൽ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ റിമൈനിങ് ആയിട്ടുള്ള 21 പ്ലേയേഴ്സാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ $260 നമ്മുടെ പ്രൈസ് ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ വോട്ടിംഗ് പ്രോസസ്സാണ്. അപ്പോൾ പ്ലേയേഴ്സ് എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗെയിം ഇനിയും തുടരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ അനൗൺസ്മെൻറ്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി അടുത്ത ഗെയിമിലേക്ക് പോകാൻ നിൽക്കുവാണ്. ഓക്കെ ഗൈസ്, അത് നെക്സ്റ്റ് ഗെയിം. ഓക്കെ, നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോവുകയാണ്. നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല ഏതാണ് അടുത്ത ഗെയിമെന്ന്. ഓക്കെ, നമ്മൾ എക്സൈറ്റഡ് ആണ് എന്തായാലും. മിങ്കിളാണോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും സ്റ്റെപ്പ് കയറി പോയിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ ഗൈസ്, എനിക്ക് മിങ്കിളാന്നാണ് തോന്നുന്നത്. പക്ഷെ ഇത് കുറേ കയറി പോകാനുണ്ട്, അത് വേറെ കാര്യമാണ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ ഗൈസ്, അത് മിങ്കിൾ തന്നെയായിരുന്നു. ഓ, ഇത് നല്ല രസമാണ്. ഇതിൽ ആൾക്കാർ കുറേ പേര് ചാവും. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ചൊല്ലി നല്ല രസമാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുടെ ആ ഒരു പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇത്രയും പ്ലേയേഴ്സ് ഉണ്ട്, 21 പ്ലേയേഴ്സ് എങ്ങാണ്ടാണ് എൻ്റെ കേസിലുള്ളത്. അപ്പോൾ അവരിൽ എന്തായാലും അത്യാവശ്യം പേര് തന്നെ എലിമിനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ ഓക്കെ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. 3 പേരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ എല്ലാവരും ഫോം ചെയ്യുന്ന തിരക്കിലാണ്. ഓഹ് ഗൈസ്, ഇവിടെ നോക്കി ഗൈസ്. ഓക്കെ, ഇവിടെ സേഫായിട്ടുണ്ട് ഗൈസ്. 4 പേരൊക്കെ ആയിരുന്നു ചില റൂമിലൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, കുറേ പേര് ഇവിടെ റൂം കിട്ടാതെ അലഞ്ഞ് കിടക്കുന്നവരുണ്ട്. ഗൈസ് നോക്കി, ഈ റൂമിൽ 5 പേര്, 3 പേരെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫാമിലി പാർട്ടി തന്നെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും ഉണ്ട് 4 പേര്. ഗൈസ്, ആ റൂം സേഫാവോ ഇല്ല? 5 പേര് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, സേഫായിരുന്നു, പെട്ടെന്ന് തന്നെ പോയി. ഓക്കെ നമ്മളിപ്പോൾ എലിമിനേറ്റ് ആയ പ്ലേയേഴ്സിനെ അറ്റാക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ അവിടെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. നമ്മൾ അവരെയൊക്കെ കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ടീംമേറ്റാണ് അവരെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഗൈസ് നമുക്ക് കോയിൻസ് കിട്ടുന്നില്ല. ഓക്കെ ഗൈസ്, അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊരു കില്ല് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിളി ആണ് ആ കില്ല് കിട്ടുന്നത്. ഓക്കെ ഗൈസ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ടീംമേറ്റ് ബാക്കിയുള്ള എല്ലാ കില്ലും എടുത്ത് കഴിഞ്ഞു ഗൈസ്. കുറേ പേര് എലിമിനേറ്റ് ആയാലും നമുക്ക് ഒരു കില്ല് മാത്രമേ കിട്ടുള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ അടുത്ത റൗണ്ടിൽ 2 പീപ്പിളായിട്ടുള്ള ഒരു റൂം ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും മരണപ്പാച്ചിൽ ഓടിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, ചില റൂമുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ 2 പ്ലേയേഴ്സ് വീതം കയറുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഞാനൊരു റൂമിൽ കയറി നിൽക്കുവാണ്, വെറുതെ ഓടി കളിക്കുവാണ് ഗൈസ്. ഓക്കെ, ഇനിയും 10 സെക്കൻഡ് സമയമുണ്ട് ഗൈസ്. എല്ലാവരും റൂമിൽ കയറിയെന്ന് തോന്നുന്നു ഗൈസ്. ഒരാൾ മാത്രം ഇവിടെ പുറത്തിറക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് അവനെ കൊല്ലാൻ പറ്റുമെന്ന് നോക്കാം. ടീമേറ്റ് തന്നെ കൊല്ലാനാണ് സാധ്യത, എന്നാലും നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അവനെ നമ്മൾ കൊല്ലാൻ നോക്കുന്നുണ്ട്, പക്ഷേ വെടിയൊന്നും പോകുന്നില്ല ഗൈസ്. എന്തോ ബഗ് ഉണ്ട് നമ്മുടെ ഡിവൈസിന് ഗൈസ്, അതിൻ്റെ കൊണ്ടാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അവനെ നമ്മുടെ ടീമേറ്റ് കൊല്ലുമെന്ന് ടീമേറ്റ് കൊന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ക്ലീനും ചെയ്യാൻ പറ്റിയില്ല, അത് നമ്മുടെ ടീമേറ്റ് തന്നെ ചെയ്തു. അപ്പോൾ അവനാണ് കോയിൻസ് മൊത്തം കൈക്കലാക്കിയിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇപ്പോൾ 3ാമത്തെ റൗണ്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 3ാമത്തെ റൗണ്ടിൽ ഏത് നമ്പറാണ് അനൗൺസ് ചെയ്യാമെന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഓക്കെ ഗൈസ്, 3ാമത്തെ റൗണ്ടിൽ 3 എന്നുള്ള നമ്പർ തന്നെയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റത്തെ റൗണ്ടിൽ ഇതേ നമ്പർ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോ റൂമുകളിൽ 3ആയിട്ടുള്ള റൂമുകളിൽ കയറുന്നുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ അവരവരുടെ റൂമുകളിൽ കയറിക്കൊണ്ടിരിക്കുവാണ്. ഇതിൽ ആരും എലിമിനേറ്റ് ആവും തോന്നുന്നില്ലേ ഗൈസ്. ഓക്കെ, ഒരു പ്ലെയർ മാത്രം ഔട്ടായിട്ടുണ്ട്. ഓക്കെ, ഫോക്ക് നോട്ട് എന്ന് പറഞ്ഞൊരു പ്ലെയറാണ് ഇപ്പോൾ പുറത്തായിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ അതർ ഗാർഡോടെ സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ നമ്മുടെ ഫോക്ക് നോട്ടിനെ കൊല്ലാൻ പറ്റുമോ നോക്കാം. ഓക്കെ നമ്മൾ ഫോക്ക് നോട്ടിനെ കൊല്ലുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് 15 കോയിൻസും കൂടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ക്ലീനപ്പ് ചെയ്ത് അവനാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗെയിം ഇവിടെ നമ്മുടെ മിങ്കിൾ റൗണ്ട് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെയും ലോബിയിലേക്ക് തിരിച്ചു പോവുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് എത്ര പ്ലേയേഴ്സ് ബാക്കിയുണ്ടെന്ന് ലോബി പോയി ചെക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, 13 പ്ലേയേഴ്സ് ഫസ്റ്റ് റൗണ്ടിലെ പോലെ തന്നെ ഇതിലും ഔട്ടായിട്ടുണ്ട്. നമ്മുടെ ക്യാഷ് പ്രൈസ് $400 ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി 9 പ്ലേയേഴ്സ് മാത്രമാണ് ജീവനോടെ ബാക്കിയുള്ളത്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇവിടെ വോട്ടിംഗ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വോട്ടിംഗ് പ്രോസസ്സിൽ എല്ലാവരും എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെയും നമ്മുടെ ഗെയിം കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. അങ്ങനെ നമ്മളുടെ അടുത്ത ഗെയിം മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അടുത്ത ഗെയിം മോഡല്ലായിരുന്നു ഇത്. നമ്മുടെ
മറ്റേ ലൈറ്റ്സ് ഔട്ട് ഗെയിമാണ്. അതായത് നമ്മളെ പ്ലെയേഴ്സ് ക്യാഷിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും കൊല്ലുന്ന ആ ഒരു ലൈറ്റ്സ് ഔട്ട് ഗെയിം അല്ലാത്ത ആ ഒരു ഗെയിം പോലത്തെ പ്ലേയേഴ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗെയിം പോലത്തെ സംഭവമാണത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിതിലൊന്നും ചെയ്യാനില്ല, നമുക്ക് ക്ലീനപ്പ് മാത്രം ചെയ്യാനുള്ളൂ ഇതിനിടയ്ക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേയേഴ്സ് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ അപ്പുറത്തെ പ്ലെയറിൻ്റെ ഹെൽത്ത് പോകുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഒരാളിവിടെ ചവറായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളെന്തായാലും കില്ല് കിട്ടാൻ വേണ്ടി നമ്മൾ അവനെ എലിമിനേറ്റ് ആവുന്നത് എലിമിനേറ്റ് ആവുന്നത് നോക്കിയിരിക്കുകയാണ് ഗൈസ്. സോറി, ഒരു അക്ഷരത്തെറ്റൊക്കെ പറ്റിയതാണ്. നോക്കിയിരിക്കുകയാണ് നമ്മൾ എലിമിനേറ്റ് ആവുന്നത്. ഓക്കെ ഗൈസ്, ഓക്കെ അവനങ്ങനെ എലിമിനേറ്റ് ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ക്ലീനപ്പ് ചെയ്ത് നമുക്ക് കോയിൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ലൈറ്റ്സ് ഔട്ട് തീർന്നിട്ടില്ല, ഏകദേശം തീരാറായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, പിന്നെയും ഒരാളും കൂടി ചത്തിട്ടുണ്ട്. നമ്മളവനെ കോയിൻസ് ക്ലീനപ്പ് ചെയ്ത് കോയിൻസ് എല്ലാം ഏൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഓക്കെ ഓൾമോസ്റ്റ് ഡെഡ് ആവറായിരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ അടുത്ത ഗെയിം മോഡിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നു. ഓക്കെ, 3 പ്ലേയേഴ്സ് എലിമിനേറ്റ് ആയി. ഇനി 6 പ്ലേയേഴ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും ഗെയിം ഓൾമോസ്റ്റ് എൻഡ് ആവറായിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിൽ $440 ആയിട്ടുണ്ട് ക്യാഷ് പ്രൈസ്. ഓക്കെ, പ്ലേയേഴ്സ് വോട്ടിംഗ് പ്രോസസ്സിൽ എല്ലാവരും കണ്ടിന്യൂ ചെയ്യാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെയും നമ്മുടെ ഗെയിം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാ നമ്മളുടെ ഗെയിമിൽ നമ്മൾ പിന്നെ അടുത്ത ഗെയിം മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിനിടയ്ക്കുള്ള സീൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ നിലവിൽ 6 പ്ലേയേഴ്സ് മാത്രമാണ് റിമൈനിങ് ആയിട്ടുള്ളത്. ബാക്കി ഉണ്ടായിരുന്ന എല്ലാ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ എലിമിനേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 3ഓളം ഗെയിംസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ 4ാമത്തെ ഗെയിമായി തഗ് ഓഫ് വാറിലാണ് ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ അടിയിലാണ്. ശരിക്കും പറഞ്ഞാൽ പ്ലെയേഴ്സ് മുകളിലായിരിക്കും, നമ്മൾ ഗാർഡ്സ് അടിയിലാണ് നിൽക്കുക. ഇപ്പോൾ തഗ് ഓഫ് വാറിൽ നിന്ന് താഴെ വീഴുന്ന പ്ലെയേഴ്സിന് ക്ലീനപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കായിട്ടുള്ള ടാസ്ക്. ഓക്കെ ഗൈസ്, നമുക്കിവിടെ ആരാണ് വീഴാൻ സാധ്യത ഉള്ളതെന്ന് വരെ നമുക്കിവിടെ ഗാർഡ്സിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗൈസ്, നമ്മുടെ ഗെയിം 3, 2, 1 എന്ന് പറഞ്ഞ് ദേ ഇവിടെ സ്റ്റാർട്ടായിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ യെല്ലോ കളറുള്ള പാർട്ടിയാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നമ്മുടെ ഗ്രീൻ കളർ ഫാളാവാൻ നല്ല ചാൻസ് ഉണ്ട് ഗൈസ്. കാരണം ആ രീതിയിലാണ് ഇവർ നന്നായിട്ട് തന്നെ കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. പക്ഷേ ഗ്രീൻ ടീം, ഓക്കെ ഗൈസ്, ഗ്രീൻ ടീമൊക്കെ വീണിട്ടുണ്ട്. ക്ലീനപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു ബോഡി ക്ലീനപ്പ് ചെയ്തു, രണ്ടാമത്തെ ബോഡി നമ്മുടെ ടീമേറ്റാണ് ക്ലീനപ്പ് ചെയ്തത്. ഓക്കെ ഗൈസ്, ഇവിടെ 2 പ്ലേയേഴ്സ് എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി 3 പ്ലേയേഴ്സ് $470 നമ്മുടെ $470 നമ്മുടെ ക്യാഷ് പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇപ്പോൾ 3 പ്ലേയേഴ്സ് മാത്രമാണ് ഗെയിമിൽ ഇപ്പോൾ ബാക്കിയുള്ളത്. ഒരു പ്ലെയറുടെ വോട്ടിനാണ് നമ്മൾ ഗെയിം കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ ഗെയിം ഓൾമോസ്റ്റ് എൻഡ് ആവാറായിട്ടുണ്ട്. കാരണം ഇനി 3 പ്ലേയേഴ്സും കൂടിയാണ് ബാക്കിയുള്ളത്. നമ്മുടെ അടുത്ത ഗെയിം മോഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ 3 ബാക്കിയുള്ള അതിജീവിച്ച നമ്മുടെ സാഹസികമായി അതിജീവിച്ച നമ്മുടെ പ്ലെയേഴ്സിൻ്റെ കൂടെ നമ്മളിങ്ങനെ അടുത്ത ഗെയിം മോഡിലേക്ക് ഗാർഡ്സായി ഇതാ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത ഗെയിം മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ രൂപേഷ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. അയാൾ എപ്പോഴും നമ്മുടെ ഗാർഡ്സായിട്ട് ഭയങ്കര ചാറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അടുത്ത ഗെയിം നമ്മുടെ ഗ്ലാസിൻ്റെ ഗെയിമാണ് ഗൈസ്. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ നിന്ന് താഴെ വീഴുന്ന ബോഡീസ് ക്ലീനപ്പ് ചെയ്യാനാണ് നമുക്കുള്ള ടാസ്ക് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് ക്ലീനപ്പ് ഒക്കെ ചെയ്തോണ്ട് നമുക്ക് കോയിൻസ് 405 കോയിൻസ് ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് വീഴാൻ പോകുന്നത്. അവരൊക്കെ ക്ലീനപ്പ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഗാർഡ്സൊക്കെ. ഓക്കെ ഗൈസ്, ഗൈസ്, അത് ഫ്രണ്ട് മാൻ ആയിരുന്നു ഗൈസ്. നമ്മുടെ ഫ്രണ്ട് മാനും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഫ്രണ്ട് മാനാണ് ഇപ്പോൾ അവിടെ നിലവിൽ താഴെ നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ ഫ്രണ്ട് മാൻ തന്നെ പോയിട്ട് ക്ലീനപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു ബോഡി താഴെ വീണത്. ഓക്കെ, ഇതിവിടെ നമ്മുടെ അടുത്ത കാർഡ് ഫ്രണ്ട് മാനെ കുറച്ച് ബഹുമാനിക്കുന്നൊക്കെ ഉണ്ട്. സോർ എന്നൊക്കെ പറഞ്ഞ് ബഹുമാനിക്കുന്നൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ഗാർഡും നമ്മളൊക്കെ ഇങ്ങനെ ബഹുമാനിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ ഗൈസ്, അവരെ സഹായിക്കാനാണ് ഗൈസ് നമ്മുടെ ആ ഒരു ഗാർഡ് ഫ്രണ്ട് മാനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫ്രണ്ട് മാനും ഗാർഡ്സും കൂടെ ഇവിടെ താഴെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇനിയിപ്പോൾ 2 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, ഓക്കെ, നമ്മളിങ്ങനെ താഴെ ബോഡീസ് വീഴുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ, ഫ്രണ്ട് മാൻ ലെഫ്റ്റും റൈറ്റും ഏതാണെന്ന്, അത് ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള ക്ലാസ്സുകളായതുകൊണ്ട് ഏതാണ് കറക്റ്റ് എന്ന് അറിഞ്ഞൂടാ.
ഓക്കെ, നമ്മുടെ ഗെയിം അവസാനിച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും ലോബിക്ക് തിരിച്ചു വന്നാണ് ഇപ്പോൾ ഇവിടെ അനൗൺസ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ഗായ്സ്, നമ്മുടെ 3 പ്ലേസ് എലിമിനേറ്റ് ആയി. ഇപ്പോൾ നമുക്ക് ആ ഒരു കോയിൻസ് എല്ലാം നമ്മുടെ ഗെയിം ഉണ്ടായിട്ട് ആ കോയിൻസ് എല്ലാം നമുക്ക് തന്നെ ഗാർഡ്സിന് കിട്ടാൻ പോണ്. ഓക്കെ ഗൈസ്, എനിക്ക് എത്ര കോയിൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗായ്സ്.